best moment in the children of the future, and in their life it will be one of the noblest moments which they witness. The first ever convocation ceremony which they attend and they witness in their life. So I take this opportunity to appreciate and congratulate all the parents and the students who have successfully completed the very basic foundational education in their kindergarten successfully with Ideal Educational Institute. And also I take this opportunity to congratulate all the teachers and the management who have contributed really in a creative manner for the success and improvement of your beloved child. And I'm really happy and see the moments which your kids were receiving a kind of a honor, and where the parents and the teachers were together trying their level best to make your kids into an aspiring heights. And wishing you all the very best in the beginning. I just wanted to share my joy and pleasure in getting an opportunity to honor and appreciate every single child who is studying in the kindergarten stream. Now we all are waiting for the cultural events and the creative the presentations and the reflections by our students. And it may not be actually a wisest choice continuing for a elaborated speech in this evening. ഈ മനോഹരമായ സദസ്സിൽ ഒരു സുദീർഘമായ സംസാരം നിങ്ങളോട് സംവദിക്കുന്നത് അത്ര ഉചിതമാകില്ല എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികളുടെ വിഭിന്നങ്ങളായ കലാപരിപാടികൾ കാണുന്നതിനും അത് ആസ്വദിക്കുന്നതിനുമൊക്കെ വേണ്ടിയാണ് സന്തോഷത്തോടു കൂടി നിങ്ങളെല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഐഡിയലിൻ്റെ തിരുമുറ്റത്ത് അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ യാത്രയുടെ തുടർ പഠനത്തിൻ്റെ ആദ്യ കടമ്പ വിജയകരമായി പൂർത്തിയാക്കിയ നമ്മുടെ ഏറ്റവും പ്രിയങ്കരായ അനുജത്തിമാർക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും ആദ്യത്തെ സർട്ടിഫിക്കറ്റ് കയ്യിൽ വാങ്ങിയ സന്തോഷത്തെ കണ്ടുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അവര് വാങ്ങിയ രക്ഷിതാക്കൾക്ക് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയ കാലത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, അത് നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം വലിയ പ്രതീക്ഷയാണ് ഇതുപോലെ ഓരോ മൊമെന്റുകളിലും നമുക്ക് നൽകുന്നത് എന്നതിൻ്റെ ഒരു സ്നേഹപൂർവമായ സാക്ഷ്യമാണ് നമ്മളിവിടെ കണ്ടത്. ഈ വൈകിയ സമയത്ത് നിങ്ങളോട് ഞാൻ സംവദിക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ട് കാര്യങ്ങൾ മാത്രമാണ്. ഇന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, കുട്ടികൾക്കിടയിൽ, പുതിയ തലമുറകൾക്കിടയിൽ, നമ്മൾ പരിചയിക്കുന്ന പുതിയ സമൂഹത്തിനിടയിലെല്ലാം വലിയ അർത്ഥത്തിലുള്ള വ്യതിയാനങ്ങളും ഇത്തരം അധാർമികമായ സാഹചര്യങ്ങളും ഒക്കെ കുഞ്ഞുനാൾ മുതലേ കുട്ടികളെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നത്തെ ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പാദ്യം, ഈ പ്രപഞ്ചത്തിലെ മനുഷ്യന്റെ ഏറ്റവും വലിയ നേട്ടം ഏതെന്ന് ചോദിച്ചാൽ സംശയലേശമന്യേ എല്ലാവർക്കും പറയാൻ പറ്റാവുന്ന ഹൃദയഹാരിയായ ഒരു ഉത്തരമാണ്, ഭൂമിയിലെ ഏറ്റവും വലിയ സ്ട്രെങ്ത്, ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പത്ത് അവനവന്റെ പ്രിയപ്പെട്ട മക്കളാണ്. അവർ വളർന്നതിനേക്കാൾ വലിയ സന്തോഷം നമ്മൾക്കില്ല. അവര് ജീവിതത്തിൽ നമുക്കും നാടിനും സമൂഹത്തിനും രാജ്യത്തിനും ഉപകരിക്കാവുന്ന പ്രതിഭകളായി മാറുന്നു എന്നതിനേക്കാൾ വലിയ ആനന്ദം മറ്റൊന്നില്ല. ഈ പ്രപഞ്ചത്തിൽ എല്ലാം നേടിയെടുക്കുന്നതിനേക്കാൾ ഒരു മാതാപിതാക്കൾക്ക് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും സന്തോഷമായതും അവരുടെ കണ്ണിന്റെ കുളിർമ പോലെ കാത്തു സൂക്ഷിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ അവർ ലോകത്ത് ജയിക്കുന്നു, നാട്ടിൽ ജയിക്കുന്നു, സമൂഹത്തിൽ ജയിക്കുന്നു, കുടുംബത്തിൽ സന്തോഷമുള്ളവരാകുന്നു. അങ്ങനെ നമ്മൾ പ്രതീക്ഷ വെക്കുന്നത് പോലെ, പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്നു എന്നതിനേക്കാൾ വലിയ സംതൃപ്തി മറ്റൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. അങ്ങനെ ഒരു മഹാഭാഗ്യത്തെ കുട്ടികൾ വളർന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ കഴിയണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഓരോ കുട്ടികളെയും വളർത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മൾ ആലോചിക്കേണ്ടത്, എല്ലാ രക്ഷിതാക്കളും കൊതിക്കുന്നത് പോലെ കുട്ടികളെ വളർത്താൻ ഇന്നത്തെ പുതിയ കാലത്ത് സാധ്യമാണോ? നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മുടെ മക്കൾ മാറി വരിക, അവർ ആ രൂപത്തിലേക്ക് വളർന്നു വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പത്തിൽ സാധ്യമാകുന്ന ഒന്നാണ്. ഇതിന് പുതിയ കാലത്തിന്റെ വർത്തമാന സാഹചര്യങ്ങളെ വേദനിപ്പിക്കുന്ന ചുറ്റുപാടുകളെ അടുത്തു നിന്ന് നോക്കിക്കാണുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ സാമൂഹിക മേഖലയിൽ ഇടപെടുന്ന ആളുകൾ എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ പറയാൻ കഴിയും, അതത്ര എളുപ്പമല്ല, നമ്മൾ വിചാരിക്കുന്നത് പോലെ സാധ്യമല്ല. കാരണം അത്രമേൽ അപകടകരമായ സാഹചര്യങ്ങൾ നമ്മുടെ സമൂഹത്തിന് മുന്നിൽ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യങ്ങൾക്കിടയിലൂടെ വളർന്നു വരുമ്പോൾ നമ്മുടെ കുട്ടികളെ എങ്ങനെ പ്രതീക്ഷക്കൊത്ത് സമൂഹത്തിന് ഉപകരിക്കുന്ന രീതിയിൽ, നാടിന് അഭിമാനിക്കാൻ കഴിയുന്ന രീതിയിൽ, നമ്മുടെ കുടുംബത്തിന് സന്തോഷം പകരുന്ന രീതിയിൽ
നമ്മുടെ കുട്ടികളെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്ന് ഓരോ രക്ഷിതാക്കളും ആശങ്കയോടെ നോക്കിക്കാണുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അവർക്ക് കുഞ്ഞുനാളിൽ കൊടുക്കുന്ന വെളിച്ചം, അന്ന് കൊടുക്കുന്ന നിങ്ങളുടെ പിന്തുണകൾ, അതൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ വളർന്നു വരുന്നൊരു കാലത്ത് അവർക്ക് പ്രതീക്ഷയുടെ പുതുനാമ്പുകൾ തീർത്ത് അവർ നാടിൻ്റെ പ്രതീക്ഷയാക്കി, സമൂഹത്തിൻ്റെ വാഗ്ദാനങ്ങളാക്കി, ഭാവിയുടെ നന്മയെ നിർമ്മിക്കുന്നവരാക്കിയൊക്കെ മാറ്റി പരിവർത്തിപ്പിച്ചു കൊണ്ടുവരുന്നത് അങ്ങനെ നമ്മൾ കൊടുക്കുന്ന പിന്തുണയാണ്. ചെറിയ കുഞ്ഞുങ്ങളാണ് ഇവിടെ സർട്ടിഫിക്കറ്റുകൾ വാങ്ങിയത്. ആ വാങ്ങുന്ന സമയത്ത് രക്ഷിതാക്കൾ അടുത്തു വന്ന് നിൽക്കുമ്പോൾ, ആ കുഞ്ഞുങ്ങൾ അത് വാങ്ങുന്നത് കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുമ്പോൾ, അതൊക്കെ ചെറിയ പ്രായത്തിൽ കുട്ടികൾക്ക് നൽകുന്ന ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല. അവർക്കൊരുപക്ഷെ ഇതിൻ്റെ വാല്യൂ അറിയുന്ന പ്രായമായിരിക്കില്ല. അവർക്കൊരുപക്ഷെ ഒരു കോൺവെക്കേഷൻ സെറമണിയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് അറിയാവുന്നൊരു സമയമല്ല. ജീവിതത്തിലെ ഏറ്റവും ചെറിയ, അവരുടെ ജീവിതത്തിൻ്റെ അത്ര വലിയ ഗൗരവമുള്ള അനുഭവങ്ങൾക്കൊന്നും സാക്ഷ്യം വഹിച്ചിട്ടില്ലാത്ത തന്നെ ചെറിയ പ്രായമാണ്. പക്ഷേ ഇത് അവരുടെ ഹൃദയാന്തരങ്ങളിൽ, അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ, അവരുടെ ഉപബോധ മനസ്സിൽ അവർക്ക് പകർന്നു കൊടുക്കുന്ന വല്ലാത്തൊരു ആത്മവിശ്വാസമുണ്ട്. അവരെല്ലാവരും ശ്രദ്ധിക്കുന്ന സമയത്ത് അവർ ഈ സമൂഹത്തിൽ അവരുടെ പഠനത്തിൻ്റെ വലിയ ദീർഘമായ യാത്രയിൽ ഒരു വലിയ നേട്ടം അവർ ഈ ചെറിയ പ്രായത്തിൽ നേടിയിരിക്കുന്നുവെന്ന ആത്മവിശ്വാസമാണ് ആ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഓരോരുത്തരും ചേർന്നുകൊണ്ട് നൽകിയത്. ഐഡിയൽ സ്കൂൾ എന്ന് പറയുന്ന ഈ മഹത്തായ സംവിധാനത്തിൽ ഒരുപക്ഷെ അഭിമാനത്തോടെ പറയാൻ കഴിയുക, അങ്ങനെയുള്ള അനേകം തലമുറകൾക്ക് അവരിങ്ങനെ പ്രതീക്ഷയോടെ ഇങ്ങനെ ഈ ഒരു അക്ഷര വെളിച്ചം കൊടുക്കുന്നിടത്ത് വിജയിച്ചു എന്നുള്ളതാണ്. പക്ഷെ ഇന്ന് നമ്മൾ ആലോചിക്കേണ്ടുന്ന ഈ മാറുന്ന ലോകത്ത്, മാറി വരുന്ന സാഹചര്യത്തിൽ മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ ദൗത്യം എന്താ? അതിലേറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളിൽ ഒന്ന് നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ടത്, ഇന്ന് മാതാപിതാക്കൾക്ക് നാളെയുടെ വാഗ്ദാനങ്ങളാകുന്ന മക്കളെ സമൂഹത്തിന് ഉപകരിക്കുന്ന രീതിയിൽ, നാടിന് അഭിമാനിക്കാൻ കഴിയുന്ന രീതിയിൽ വളരണമെന്നോ വളർത്തണമെന്നോ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനൊരു വഴിയേ ഉള്ളൂ. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വലിയ അർത്ഥത്തിലുള്ള വിശ്വാസത്തിലൂടെ, അവരിൽ അർപ്പിക്കുന്ന ആത്മവിശ്വാസത്തിലൂടെ, അവർക്ക് പകർന്നു നൽകുന്ന നൂതനമായ നന്മയുടെ നനുത്ത മാതൃകകളിലൂടെ കുട്ടികൾക്ക് നൽകുന്ന, മാതാപിതാക്കൾ നൽകുന്ന വല്ലാത്ത ഒരു സ്നേഹപൂർവമായ സ്പേസാണ്. അത് സ്നേഹത്തിൻ്റെതാണ്, പരിഗണനയുടേതാണ്, അടുപ്പത്തിൻ്റെതാണ്, ചേർത്തുവെക്കലിൻ്റെതാണ്. നിങ്ങൾ അവരുടെ കൂടെയുണ്ട് എന്നുറക്കെ പ്രഖ്യാപിക്കുന്നതിൻ്റെതാണ്. ഈ അടുത്ത ദിവസം ഞാനൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തു. ആ പ്രോഗ്രാമിൽ ഒരു എൻ്റെയോടൊപ്പം അതേ വേദിയിൽ പങ്കെടുത്ത ഒരു അതിഥിയായി വന്നൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. കേവലം ഒരു +1 വിദ്യാർത്ഥിയായ, അങ്ങനെ ഒരു ചെറിയ പ്രായം മാത്രമുള്ള 18 വയസ്സ് തികഞ്ഞിട്ടില്ലാത്ത ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരൻ. പക്ഷെ ആ കുഞ്ഞിനൊരു പ്രശ്നമുണ്ട്. ഇന്നിവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുപോലൊരു വേദിയിലിരിക്കുമ്പോൾ ചെറിയ പ്രായത്തിലെ മക്കൾക്ക് നമ്മൾ നൽകുന്ന ആത്മവിശ്വാസം, അവർക്ക് നൽകുന്ന പ്രതീക്ഷകൾ അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ എത്ര വലിയ അടയാളങ്ങൾ തീർക്കുമെന്ന് അത് ഒരുപക്ഷെ നിങ്ങൾക്കും എനിക്കും ബോധ്യപ്പെടാൻ സഹായകരമാകുന്ന ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു ഹൃദയഹാരിയായ ഒരു അനുഭവമാണ്. ആ കുഞ്ഞു വേദിയിൽ വന്ന് അവനൊരു അതിഥിയായി ആ സ്കൂൾ കലാലയത്തിൻ്റെ കുട്ടികൾക്ക് മുന്നിൽ ഒരു പ്രചോദനമായി, ഒരു റോൾ മോഡലായി കാണിച്ചു കൊടുക്കാനൊക്കെയാണ് +1 പഠിക്കുന്ന ആ കുട്ടി അവരുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. ആ കുട്ടി ആ സദസ്സിൻ്റെ മനോഹരമായ ആ അകമ്പടിയോടെ അവരുടെ ആവേശകരമായ സ്വീകരണമൊക്കെ ഏറ്റുവാങ്ങി ആ ചടങ്ങ് കഴിഞ്ഞ് പിരിയുമ്പോൾ അതേ വേദിയിൽ വെച്ച് കുട്ടിയുടെ പിതാവായ, അവരുടെ പ്രിയപ്പെട്ട, അവനെ വളർത്തിക്കൊണ്ടുവന്ന രക്ഷിതാവ് ആ വലിയ സദസ്സിനെ നോക്കി പറഞ്ഞൊരു വാക്കുണ്ട്: നിങ്ങളെല്ലാവരും എൻ്റെ മകനെ നോക്കി, നിങ്ങളെല്ലാവരും അവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചു, എൻ്റെ മകന് വേണ്ടി നിങ്ങൾ വലിയ സ്നേഹ വിരുന്നൊരുക്കി, എല്ലാവരും അവനെ അതിഥിയായി സ്വീകരിച്ചു. പക്ഷെ നിങ്ങൾക്കറിയുമോ ഇങ്ങനെ ഒരു മകൻ ഞങ്ങൾക്ക് എങ്ങനെയുണ്ടായെന്ന്? അങ്ങനെ ഒരു മകൻ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ കടന്നു വന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? എന്നിട്ട് ആ രക്ഷിതാവ് തടിച്ചുകൂടിയ ആ 100 കണക്കിന് വരുന്ന ആളുകളെ മുഴുവൻ സാക്ഷിയാക്കിയിട്ട് പറയുകയാണ്: ഈ പൊന്നുമോനെ, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭം ചുമന്ന് നടക്കുന്നൊരു സമയം, അവൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഡോക്ടർമാർ കൊണ്ടുപോയി പരിശോധിച്ചു. അങ്ങനെ 3-4 മാസം കഴിഞ്ഞപ്പം ഡോക്ടർമാർ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു: ഈ കുട്ടിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ചില ആശങ്കയുണ്ട്. വളർച്ച പ്രതീക്ഷിച്ചതുപോലെ സംഭവിക്കുന്നില്ല. ആഴ്ചകളുടെ വളർച്ചകൾ സംഭവിക്കേണ്ട സമയം കഴിഞ്ഞിട്ടും ഈ കുഞ്ഞിൽ അങ്ങനെയുള്ള പോസിറ്റീവായ റിഫ്ലക്ഷൻസ് ഒന്നും കാണുന്നില്ല. 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും പരിശോധിച്ചിട്ട് അവർ അതേ വാക്ക് ആവർത്തിച്ചു: ഈ കുട്ടിയുടെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു പ്രതീക്ഷയുമില്ല. ഈ കുട്ടിയെ പ്രസവിക്കുന്നത് വലിയ ആശങ്കയുള്ളൊരു കാര്യമാണ്. അതിങ്ങനെ ആവർത്തിച്ചൊരു നൊന്തു പ്രസവിക്കുന്ന മാതാവിനോട് ഡോക്ടർമാർ നിരന്തരം പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു മാനസിക വെപ്രാളം നിങ്ങൾ ആലോചിച്ച് നോക്ക്. അങ്ങനെ 9 തികഞ്ഞു നിൽക്കുന്ന സമയം അടുത്തു വന്ന് ഒരു ഡോക്ടർ വീണ്ടും ഉപദേശിച്ചു: നിങ്ങൾക്ക് നല്ലത് ഇതിനൊരു സുഖപ്രസവം കാത്തിരുന്ന്, അല്ലെങ്കിൽ ഒരു സിസേറിയന് കാത്തിരുന്ന്, നിങ്ങളൊരു കുഞ്ഞിനെ പ്രസവിക്കുന്നതും കാത്ത് നിങ്ങൾ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. പക്ഷെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ ഒരു വകയുമില്ല.
ഈ കുട്ടി പ്രസവിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ കുട്ടിയെ നിങ്ങൾക്ക് ജന്മം കൊടുക്കാതിരിക്കുന്നതാണ് ഒരുപക്ഷെ നിങ്ങൾക്ക് നന്നാവുക. ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഇത് കേൾക്കുന്നത്. 9 മാസം ചുമന്ന് നടന്ന് നൊന്ത് പ്രസവിക്കുന്നൊരു അമ്മയുടെ മുന്നിൽ ഈ കുഞ്ഞിനെ പ്രസവിപ്പിക്കാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് എന്ന് വിളിച്ചു പറഞ്ഞാൽ എന്തൊരു വലിയ ആശങ്കയായിരിക്കും, എത്ര വലിയ വെപ്രാളമായിരിക്കും ആ മാതാവിൻ്റെ മനസ്സിലുണ്ടാവുക. അച്ഛനും അമ്മയും അടുത്തിരുന്ന് ചർച്ച ചെയ്ത് കുടുംബക്കാരോട് മുഴുവൻ വിഷയം ചർച്ച ചെയ്തപ്പോൾ വീട്ടുകാരും ബന്ധുക്കളും കുടുംബക്കാരും ഒരേ സ്വരത്തിൽ പറഞ്ഞു അത്രേ, ഡോക്ടർമാർ പറയുന്നത് കേൾക്കണം, ഒരു പരീക്ഷണത്തിന് നിൽക്കരുത്, വലിയൊരു വെല്ലുവിളിയായി എടുക്കരുത്. കാരണം കുഞ്ഞിന് ഒരുപക്ഷെ ജീവിതത്തിലേക്ക് തിങ്ങിനെ കടന്നു വന്നാൽ പോലും അവൻ വൈകല്യങ്ങളുടെ വലിയ വേദനകളിൽപ്പെട്ട് ആ കുട്ടി ഒരു വലിയ ഭാരമായി, ശാപമായി, സങ്കടമായി നമുക്ക് മാറും. അതിന് നിൽക്കാതെ ആ കുട്ടിയെ ഒരുപക്ഷെ അവന് സ്വാഭാവികമായൊരു മരണത്തിന് വിട്ടുകൊടുക്കുന്നതാണ് നല്ലത്. എല്ലാവരും ഉപദേശിച്ചു. പക്ഷേ ഈ മാതാവ് ഒരു തരത്തിലും ഇവരുടെ ഒരു ഉപദേശത്തിനും ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല. അവസാനം ഇവർ രണ്ടുപേരും എഴുതി കൊടുക്കുകയാണ്. ഓപ്പറേഷന് വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഈ കുട്ടിയുടെ കാര്യത്തിൽ ഞങ്ങൾ പൂർണ്ണ ബോധ്യവാന്മാരാണ്. ഈ കുട്ടിക്ക് ജീവിതത്തിൽ ഒരുപാട് വൈകല്യങ്ങളുണ്ടാകും, പ്രായത്തിനനുസരിച്ച വളർച്ചയുണ്ടാകില്ല, പല ശാരീരികമായ മാനസികമായ വൈകല്യങ്ങളും കൊണ്ട് ഈ കുട്ടി ഒരു പ്രയാസകരമായ ഒരു ജന്മത്തിനാണ് കുട്ടിയിലൂടെ സംഭവിക്കുന്നതെന്ന കാര്യത്തിൽ അത് ഞങ്ങൾ അറിവോടുകൂടി ഞങ്ങളുടെ നിർബന്ധത്തിലാണ് വൈദ്യശാസ്ത്ര രംഗത്തുള്ള ആളുകൾ ഇതിനു വേണ്ടി തയ്യാറായതെന്ന് നിങ്ങൾ മാതാപിതാക്കൾ എഴുതി തരണം. രണ്ടുപേരിങ്ങനെ മുഖത്തോട് മുഖം നോക്കണം. ആ മനുഷ്യൻ പറയാൻ തൻ്റെ ഭാര്യയോട് അവസാനമായി പറഞ്ഞു അത്രേ, നിനക്ക് വിടുന്നു തീരുമാനം, നീയാണ് ആ കുട്ടിയെ പ്രസവിക്കേണ്ടത്, നീയാണ് ആ കുഞ്ഞിനെ മുല കൊടുത്ത് വളർത്തേണ്ടത്, നീയാണ് ആ കുഞ്ഞിന് എല്ലാ സംരക്ഷണവും നൽകേണ്ടത്. അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ ഇനി നിനക്ക് ഈ കുട്ടിക്ക് ഡോക്ടർമാർ പറഞ്ഞതുപോലെ കുറവുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ട മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കേണ്ടത് നീ ഒരാളാണ്. അതുകൊണ്ട് നിന്നെ ഞാൻ നിർബന്ധിക്കില്ല, നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, വേണമെന്ന് വെക്കാൻ വേണ്ടെന്ന് വെക്കാൻ. ആ പെണ്ണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചിട്ട് പറഞ്ഞു അത്രേ, നമുക്ക് ഈ കുഞ്ഞിനെ പ്രസവിക്കാം, നമുക്ക് ഈ കുഞ്ഞിനെ എങ്ങനെയായിരുന്നുവെങ്കിലും സ്വീകരിക്കാം, ദൈവം നമുക്ക് നൽകിയതല്ലേ, അത് എങ്ങനെയായിരുന്നാലും അത് നമ്മൾ ഇഷ്ടത്തോടെ സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. രണ്ടുപേരും സമ്മതിച്ചു. ആ കുഞ്ഞ് പ്രസവിച്ചു. ഡോക്ടർമാർ ആവർത്തിച്ച് പറഞ്ഞതുപോലെ കുട്ടിയിൽ വൈകല്യമുണ്ട്. കുട്ടിക്ക് 2 കൈകളില്ല, കാലുകളിൽ ഒന്നിന് സാധാരണ ഒരു കുഞ്ഞിനുണ്ടാകുന്നത് പോലെ കാല് നീളമില്ല. ഉള്ള ഒരു കാലിന് തന്നെ മുട്ടിന് താഴെ ഒരു ചെറിയ നീളം മാത്രമേ ആ കാലിനുള്ളൂ. ശരീരത്തിന് മുഴുക്ക വൈകല്യമുണ്ട്. ശരീരത്തിൻ്റെ പലയിടങ്ങളിലും വലിയ അർത്ഥത്തിലുള്ള അസുഖമുണ്ട്. ഈ കുട്ടിക്ക് സംസാരശേഷി ഉണ്ടാകാനുള്ള സാധ്യത വളരെ അപൂർവമാണ്. അങ്ങനെ തുടങ്ങി രോഗങ്ങളുടെ ഒരു തുടർച്ച പോലെ അങ്ങനെ ആ കുട്ടിക്കുള്ള വൈകല്യങ്ങൾ ഇങ്ങനെ പ്രസവിച്ചതിന് ശേഷം കണ്ണുകൊണ്ട് കാണുകയാണ്. സ്വന്തം ഉറ്റവരും ഉടയവരുമായ ബന്ധുക്കൾ പോലും പറഞ്ഞു, നിങ്ങൾ ആ കുഞ്ഞിനെ, ഭാവിയിൽ ആ കുഞ്ഞ് വലുതായാൽ നിങ്ങളെ ശപിക്കും, നിങ്ങളാണ് അവൻ ഇങ്ങനെയൊരു നരകയാതനയുടെ ജീവിതം നിങ്ങൾ കൈമാറിയതെന്ന് അവർ നിങ്ങൾ നോക്കി പറയും, അതുകൊണ്ട് നിങ്ങളത് ചെയ്യേണ്ടിയിരുന്നില്ല. സങ്കടത്തോടെ മാതാപിതാക്കളെ കുഞ്ഞിനെ പോറ്റി. എല്ലാ ഭാഗത്തു നിന്നും കുത്തുവാക്കുകളാണ്. എണീറ്റ് നടക്കാൻ അറിയാത്ത കുഞ്ഞ്, സംസാരിക്കാൻ ശേഷിയില്ലാത്ത കുഞ്ഞ്, കൈകളില്ലാത്ത കുഞ്ഞ്, ശരീരത്തിന് തളർച്ചയുള്ള കുഞ്ഞ്, മാറാത്ത രോഗങ്ങൾ കൊണ്ട് ശാരീരിക വൈകല്യം അനുഭവിക്കുന്ന കുഞ്ഞ്. എന്താ മറ്റുള്ളവർക്ക് പറയാനുണ്ടാവുക? വീട്ടിലൊരു ശയ്യാവലംബിയായി കിടക്കപ്പായിൽ ആ കുഞ്ഞങ്ങനെ വളർന്നു. എല്ലാ കുഞ്ഞുങ്ങളെ പോലെ ശാരീരിക വളർച്ചയില്ല, എല്ലാവരെയും പോലെ കുട്ടിക്ക് വയസ്സ് കഴിയുന്നു, മാറ്റങ്ങളൊന്നുമില്ല. ഒരുപാട് ചികിത്സകൾ ചെയ്തു, ഒരു പ്രതീക്ഷയുമില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാതെ, മറ്റു കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനും ശ്രദ്ധിക്കാൻ പോലും കഴിയാതെ ആ മാതാവ് ആ കുഞ്ഞിനെ ഇങ്ങനെ നോക്കി വളരുകയാണ്. ജോലി ചെയ്തുകൊണ്ടിരുന്ന പിതാവ് ജോലി നിർത്തി. കാരണം ഒരാൾക്ക് ആ കുഞ്ഞിനെ നോക്കാൻ കഴിയില്ല. രണ്ടുപേരും കൂടെ കുട്ടിയെ നോക്കാൻ തുടങ്ങി. അങ്ങനെ കുട്ടി വളർന്നു. പതിയെ കുട്ടി ചെറിയ പോസിറ്റീവായ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങി. വലിയ പ്രതീക്ഷകളൊന്നുമില്ലെങ്കിലും ചെറിയ രീതിയിലെങ്കിലും ആ കുട്ടിയെ സ്വന്തം കാര്യങ്ങൾ ചെയ്ത് ജീവിക്കാൻ പറ്റാവുന്ന രീതിയിലെങ്കിലും അവനെ വളർത്തിക്കൊണ്ടുവരണമെന്ന് അവൻ്റെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നു. അവസാനം ആ രക്ഷിതാവ് സരസിനോട് പറയുകയാണ്, നിങ്ങളെല്ലാവരും കൂട്ടിക്കൊണ്ടുവന്ന് ഇന്ന് ഈ വേദിയിലിരുത്തി നിങ്ങളൊരു അതിഥിയായി ആദരിച്ച് ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന പുതിയ കാലത്തെ ചെറുപ്പക്കാരിൽ ഒരാളായി അംഗീകരിച്ച് ആദരിച്ച് ഒരു ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി പാരാ ഒളിമ്പിക്സിൽ കൈകാലുകളില്ലാത്ത അവശത അനുഭവിക്കുന്ന നിരാലംബരായ, ആ അർത്ഥത്തിൽ ശാരീരിക വൈകല്യമുള്ള മക്കൾ ചെന്ന് മത്സരിക്കുന്ന, ആഗോള അടിസ്ഥാനത്തിൽ മത്സരിക്കുന്ന ഒളിമ്പിക് പിറ്റിൽ ചെന്ന് അവിടെ മത്സരിച്ചു. നീന്തൽ മത്സരത്തിലും ഓട്ട മത്സരത്തിലുമെല്ലാം ഓടി വിജയിച്ച് 3ലധികം ഗോൾഡ് മെഡലുകൾ നേടി ഇന്ത്യ രാജ്യത്തിന് അഭിമാനകരമായി മാറിയ ഒരു ചെറുപ്പക്കാരനായ മകൻ്റെ വാപ്പയാണ് ഒരു സദസ്സിലിരുന്ന അഭിമാനത്തോടുകൂടി ഈ വിഷയം പങ്കുവെക്കുന്നത്. ആരും നിഷേധിക്കാൻ കഴിയാത്ത രീതിയിൽ ഈ ഭൂമിയിൽ പ്രയോജനപ്പെടില്ലെന്ന് വിളിച്ച് ആളുകൾ വിധിയെഴുതിയ ഒരു ജന്മം മാതാപിതാക്കളുടെ ഹൃദയപൂർവ്വമായ പ്രതീക്ഷയിൽ അങ്ങനെ വളരുകയാണ്. ആ കുട്ടി നാടിൻ്റെ പ്രതീക്ഷയായി മാറുന്നു.
ആ നാടിൻ്റെ വല്ലാത്ത വെളിച്ചമായി മാറുന്നു. കൈയും കാലുമുള്ളവർക്ക് പോലും മനോഹരമായി ഒന്ന് നീന്തിത്തുടിക്കണമെന്ന് കൊതിയുണ്ടായിട്ടും അതിന് സാധിക്കില്ലെന്ന് മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ആത്മവിശ്വാസമില്ലാതെ ഉറപ്പിച്ച് മാറി നിൽക്കുന്ന ഒരു കാലത്താണ് കൈകാലുകളില്ലാത്ത കുഞ്ഞ് പെരിയാറിൻ്റെ നദിയിലെ അതിശക്തമായ ഒഴുക്കിനെ ഭേദിച്ചുകൊണ്ട് കുറുകെ നീന്തിത്തുടിച്ച് മറുകരയെത്തി ഈ ലോകത്തിൻ്റെ മുന്നിൽ ഒരു ഇതിഹാസമായി മാറുന്നത്. ആ കുട്ടിയാണ് ലോകത്തിലെ ഇത്തരം നേട്ടങ്ങളൊക്കെ കൈവരിച്ചിട്ട് ആ പിതാവ് പറയുകയാണ്, ഇന്ന് എനിക്ക് ആ കുഞ്ഞിനെ കുറിച്ചാണ് ഞങ്ങളുടെ കുടുംബം അറിയപ്പെടുന്നത്. എല്ലാവരും ആ കുട്ടിയുടെ പേര് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. ആ കുട്ടിക്ക് വേണ്ടിയാണ് ഇന്ന് ഞങ്ങൾ സന്തോഷപൂർവ്വം ജീവിക്കുന്നത്. കൈകാലുകളുള്ള ആരോഗ്യമുള്ള മറ്റു മക്കളെക്കാൾ എൻ്റെ കുടുംബത്തിൻ്റെ അന്തസ്സും അഭിമാനവുമായി മാറുന്നത് ഇവനാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിക്കുക, മാതാപിതാക്കൾക്ക് മുന്നിൽ കിട്ടുന്ന മഹത്തായ സൗഭാഗ്യങ്ങളാണ് ഇങ്ങനെ വളർന്നു വരുന്ന ഓരോ മക്കളും. അവർക്ക് കൈകളുണ്ടാവാം, കാലുകളില്ലാതിരിക്കാം. അവർക്ക് കണ്ണുകളുണ്ടാവാം, കാതുകളില്ലാതിരിക്കാം. അവർക്ക് അറിവുണ്ടാവാം, അറിവില്ലാതിരിക്കാം. അവർക്ക് ബുദ്ധിയും ശേഷിയും ഉണ്ടാകാം. ചിലപ്പോൾ ബുദ്ധിയും ശേഷിയും മറ്റുള്ളവരെ പോലെ ഇല്ലെന്ന് വരാം. അവരൊരു പക്ഷേ A+ വാങ്ങാൻ കെൽപ്പുള്ളവരാകാം, ചിലപ്പോൾ A+ വാങ്ങാൻ കെൽപ്പില്ലാത്തവരാകാം. അവർ ഭാഷാപരമായ വലിയ വൈദഗ്ധ്യം കാണിച്ച് മനോഹരമായി കുഞ്ഞുനാളിലെ ഇംഗ്ലീഷ് പറയുന്നവരാകാം. ചിലർക്ക് ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കാൻ അറിയാത്തവരാകാം. പ്രിയപ്പെട്ടവരെ, മക്കൾ ആരാകുന്നു എന്നതല്ല, നമ്മുടെ മക്കളിലെല്ലാം അപൂർവങ്ങളിൽ അപൂർവമായ വലിയ ചില ശേഷികൾ ദൈവം സന്നിവേശിപ്പിച്ചിട്ടുണ്ട്. ഓരോ കുഞ്ഞുങ്ങളിലും അമൂല്യവത്തായ കഴിവുകളുണ്ട്. അവരാ കഴിവുകളെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ടാണ് കുട്ടികൾ ഓരോന്നും വളർന്നു വരുന്നത്. ആ മക്കൾക്ക് അതിനെല്ലാം അപാരമായ ശേഷിയുണ്ട്. അത്യസാധാരണമായ കഴിവുകൾ നമ്മുടെ മക്കൾക്കുണ്ട്. നിങ്ങളെല്ലാ കുട്ടികളെയും ഒരുപോലെയല്ല കാണേണ്ടത്. നമ്മുടെ കൈയിൻ്റെ വിരൽ ഒന്നിങ്ങനെ നിവർത്തിപ്പിടിച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഭൂമിയിലൊരു മനുഷ്യൻ്റെ നന്മയുടെ അല്ലെങ്കിൽ അവൻ്റെ അന്തസത്തയുടെ അവൻ്റെ സ്വത്വത്തിൻ്റെ അടയാളമായി പരിചയപ്പെടുത്തുന്ന ഒന്നല്ലേ ഈ കൈവിരലുകൾ? ഇത് ചേർത്ത് വെച്ചുകൊണ്ടല്ലേ ഒരു മനുഷ്യൻ അവൻ്റെ മുദ്രയെ ലോകത്തിൻ്റെ മുന്നിൽ കാണിക്കുന്നത്. എന്നാൽ ഈ 5 വിരലുകളിൽ ഏത് വിരലുകളാണ് ഒരുപോലെ ഈ ഭൂമിയിൽ ഘടന കൊണ്ട്, അതിൻ്റെ ധർമ്മം കൊണ്ട്, അതിൻ്റെ കർമ്മ വൈവിധ്യം കൊണ്ട് ഒരേപോലെ നിൽക്കുന്ന ഏത് വിരലാ ഈ കൂട്ടത്തിലുള്ളത്? ഒരു വിരലിൻ്റെ ധർമ്മമല്ലല്ലോ അതിൻ്റെ ചൂണ്ടുവിരലുകൾക്ക് അല്ലെങ്കിൽ ചെറുവിരലുകൾക്ക് ഈ ഭൂമിയിൽ നിർവഹിക്കാനുള്ളത്. കൈ ഒന്ന് മനോഹരമായി നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാൻ കഴിയണമെങ്കിൽ ഈ വിഭിന്നങ്ങളായ ധർമ്മമുള്ള വൈവിധ്യമാർന്ന രീതികൾ കൊണ്ട് ഈ ഭൂമിയിൽ തൻ്റെ ധർമ്മങ്ങൾ നിർവഹിക്കേണ്ടെന്ന ആകാര വ്യത്യാസങ്ങളുള്ള, രൂപവ്യത്യാസങ്ങളുള്ള, ധർമ്മ വ്യത്യാസങ്ങളുള്ള ഈ കൈവിരലുകൾ ചേർന്നല്ലേ തൻ്റെ മനുഷ്യൻ്റെ ഏറ്റവും സുന്ദരമായ സൃഷ്ടികളിലൊന്നായ, ഘടനകളിലൊന്നായ കൈകൾ നമ്മളിങ്ങനെ ചേർത്ത് വെക്കുന്നത്. വീട്ടിൽ വളരുന്ന കുട്ടികൾ ഇങ്ങനെ വ്യത്യസ്തരായിരിക്കാം. ഒരു മകനെ പോലെ മറ്റൊരു മകനാകണമെന്നില്ല. വീട്ടിനേക്കാൾ വ്യത്യസ്തമായിരിക്കാം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ ക്ലാസ് മുറികളിൽ. 25 മക്കൾ പഠിക്കുന്ന ഒരു ക്ലാസ്സിൽ 25 പേരും ഒരുപോലെയാകണമെന്നില്ല. നിങ്ങളുടെ മകനെ പോലെ ഈ പ്രപഞ്ചത്തിൽ ഒരാളെ ഈ ലോകത്തുള്ളൂ, അത് നിങ്ങളുടെ മകനാണ്. നിങ്ങളുടെ മകളെപ്പോലെ ഈ ഭൂമി ലോകത്ത് ഒരാൾ മാത്രമേ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ, അത് നിങ്ങളുടെ മകളാണ്. അത് തിരിച്ചറിയാനുള്ള വിവേകം മാതാപിതാക്കൾക്കുണ്ടാവുക എന്നതാണ് പ്രധാനം. എൻ്റെ കുട്ടിയെപ്പോലെ ലോകത്ത് എൻ്റെ കുട്ടി മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ ദുരന്തം എന്താണെന്നറിയോ? നമ്മുടെ കുട്ടികളെ വേറെ കുട്ടികളെ പോലെ ആക്കാനുള്ള പരിശ്രമത്തിലാണ്. ആരെയൊക്കെയോ പോലെ ആക്കി മാറ്റാനുള്ള മത്സരത്തിലാണ്. നീ എന്താ അവനെ പോലെ ആകാത്തതെന്ന ചോദ്യമാണ് നമ്മുടെ മക്കൾക്ക് തീരെ ഇഷ്ടമില്ലാത്തത്. അവർക്ക് സഹിക്കാൻ കഴിയാത്തൊരു ചോദ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ മറ്റാരെങ്കിലും ആക്കി മാറ്റാനല്ല പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മുടെ കുഞ്ഞിനെ ഈ ഭൂമിയിൽ ഏറ്റവും വ്യത്യസ്തനായ, ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും ഉത്കൃഷ്ടനായ ദൈവം തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ച ഈ ഭൂമിയിൽ ഏറ്റവും വലിയ വസന്തമാണ് എൻ്റെ പൊന്നുമകൻ, എൻ്റെ പ്രിയപ്പെട്ട മകൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ കുഞ്ഞുങ്ങൾക്ക് സ്നേഹപൂർവമായ സഹായങ്ങൾ നൽകി, പ്രചോദനങ്ങൾ നൽകി, പ്രതീക്ഷകൾ നൽകി അവരെ ചേർത്ത് വെച്ചുകൊണ്ട് അവരെ ഈ നാടിൻ്റെ മാതൃകയാകാൻ പറ്റാവുന്ന രീതിയിൽ, അവരാൽ കഴിയുന്ന നേട്ടങ്ങൾ പരമാവധി ഉണ്ടാക്കാൻ കഴിയുന്ന രീതിയിൽ, അവരുടെ കപ്പാസിറ്റി വെച്ച് അവർക്ക് പരമാവധി വിജയിക്കാൻ കഴിയുന്ന രീതിയിൽ കുട്ടികൾക്ക് നിങ്ങൾ ആത്മവിശ്വാസം നൽകുക. അവരെ നിങ്ങൾ സ്നേഹപൂർവ്വം വളർത്തുക. അവരെ നിങ്ങൾ പ്രതീക്ഷയോടെ വളർത്തുക. കുത്തുവാക്കുകൾ പറയാതെ, പരിഭവങ്ങൾ പറയാതെ, അവരെ ഈ മറ്റുള്ളവർക്ക് മുന്നിൽ മോശമാക്കാതെ. ഒരിക്കൽ പോലും നിങ്ങളുടെ പൊന്നുമക്കളെ നെവർ ആൻഡ് എവർ കമ്പയർ വിത്ത് അതേഴ്സ്. മറ്റുള്ളവരുമായി നിങ്ങൾ ഇങ്ങനെ കമ്പയർ ചെയ്ത് താരതമ്യപ്പെടുത്തി ചെറുതാക്കാതെ. നമ്മുടെ കുട്ടികൾ ഒരു വലിയ മഹാഭാഗ്യമാണ്. അവർ ഈ പ്രപഞ്ചത്തിൽ വന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ വരദാനമാണ് എന്ന സ്നേഹത്തോടെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ നോക്ക്. അങ്ങനെ കാണാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ആ കുട്ടികൾ ലോകത്തെ ജയിക്കും. ആ കുട്ടികൾ സമൂഹത്തിൻ്റെ അഭിമാനമായി മാറും. ആ കുട്ടികളിലൂടെ ലോകം മുഴുവനും ഇങ്ങനെ സന്തോഷത്തോടെ ഈ ലോകത്തിൻ്റെ പുതിയ പുതിയ കഥകൾ രചിച്ച് മുന്നോട്ട് പോകും.
വീട്ടിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കി തൻ്റെ കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോകാൻ തൻ്റെ അധ്യാപകൻ അറിയിച്ചത് പ്രകാരം അമ്മ സ്കൂളിൻ്റെ മുറ്റത്ത് വരികയാണ്. ആ സ്കൂളിൻ്റെ വരാന്തയിൽ വന്ന് തൻ്റെ കുഞ്ഞിനെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് ഒരു അധ്യാപിക തൻ്റെ കയ്യിൽ ഒരു എഴുത്ത് കൊടുക്കുകയാണ്. ആ എഴുത്ത് വായിച്ചിട്ട് അമ്മ കരയുകയാണ്. കരയുന്ന സമയത്ത് തൻ്റെ പൊന്നുമകൾ അമ്മയുടെ കൈ പിടിച്ചിട്ട് ചോദിക്കുന്നു, അമ്മേ എന്തിനാ നിങ്ങൾ കരയുന്നത്? ഹെലൻ കെല്ലറിൻ്റെതാണ്. ശാരീരിക വൈകല്യം കൊണ്ട് ചെറിയ പ്രായത്തിലെ കുട്ടികൾക്കിടയിൽ ഒരു പരിഹാസ കഥാപാത്രമായ ആ കുഞ്ഞുമകൾ, ആ മകളെ തൻ്റെ കയ്യിൽ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് അമ്മ ആ പത്രം ഇങ്ങനെ എഴുത്തിങ്ങനെ വായിക്കുമ്പോൾ കരയുകയാണ്. കരയുമ്പോൾ മകള് അമ്മയോട് ചോദിക്കുന്നു, അമ്മ എന്തിനാണ് കരയുന്നത്? അമ്മയ്ക്ക് എന്തു പറ്റി? ആ പൊന്നുമോളോട് ചേർത്ത് വെച്ചുകൊണ്ട് അമ്മ പറയുന്ന ചരിത്രപ്രസിദ്ധമായ ഒരു വാക്കുണ്ട്, മോളെ ഈ എഴുത്ത് വായിച്ചിട്ട് കരഞ്ഞു പോയതാണ് സന്തോഷം കൊണ്ട്. അതിലെന്താണ്? എന്നെ പറ്റിയാണോ എഴുതിയിരിക്കുന്നത്? അമ്മ പറയുകയാണ്, അതെ, നിന്നെ പറ്റിയാണ്. നീ ഇനി സ്കൂളിലേക്ക് വരേണ്ടതില്ല, നിനക്കിനി സ്കൂൾ ആവശ്യമില്ല. കാരണം എൻ്റെ മകൾ വലിയ എക്സ്ട്രീംലി ബ്രില്യൻ്റ് ആണ്, നല്ല കഴിവുള്ള മകളാണ്. അവൾ വീട്ടിൽ നിന്ന് പഠിച്ചാൽ മതി, സ്കൂളിലേക്ക് വരേണ്ട യാതൊരു ആവശ്യവുമില്ല, അത്രമേൽ കഴിവും പ്രാപ്തിയുള്ള മകളാണ് എന്ന് പറഞ്ഞ് നിന്നെ അഭിനന്ദിക്കുന്നൊരു കത്താണ് മോളെ എൻ്റെ കയ്യിലുള്ളതെന്ന് പറഞ്ഞ് ആ കത്ത് വായിച്ചിട്ട് അമ്മ കരയുകയാണ്. സത്യത്തിൽ ആ കത്തിലുണ്ടായിരുന്നത് പിന്നീട് അവരുടെ ആത്മകഥയിൽ എഴുതുന്നുണ്ട്, അങ്ങനെയായിരുന്നില്ല. ആ കത്തിലുണ്ടായിരുന്നത് നിങ്ങളുടെ മകള് ഈ ക്ലാസ്സിലെ ഏറ്റവും ഉപകാരമില്ലാത്ത യൂസ്ലെസ് ആയ ഒരു കുട്ടിയാണ്. ആ കുട്ടി കൂടെ ഇരിക്കുന്നത് മറ്റു കുട്ടികൾക്കൊരു ഡീമോട്ടിവേഷനാണ്, അവർക്കൊരു പ്രയാസമാണ്. അതുകൊണ്ട് ആ കുഞ്ഞിനെ നിങ്ങൾ ക്ലാസ്സിലേക്ക് പറഞ്ഞേക്കരുത്. അവൾ സ്കൂളിലേക്ക് വന്നാൽ ഞങ്ങൾക്കത് മോശമാണ്, കൂടെ പഠിക്കുന്നവർക്ക് മോശമാണ്, പഠിപ്പിക്കുന്ന സ്കൂളിനത് മോശമാണ്, പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അതൊരു പ്രയാസമാണ്. അതുകൊണ്ട് ആ കുട്ടിയെ നിങ്ങൾ സ്കൂളിലേക്ക് പറഞ്ഞേക്കരുത് എന്നെഴുതിയ എഴുത്ത് സങ്കടം കൊണ്ട് താങ്ങാനാവാതെ വേദനയോടെ വായിച്ച അമ്മ കുഞ്ഞിന് വിഷമം വരരുത് എന്ന് കരുതിയിട്ടാണ് കുഞ്ഞിനോട് പറയുന്നത്, മോളെ നിന്നെക്കുറിച്ചുള്ള നല്ല വാക്കുകൾ വായിച്ചതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ കരയുന്നത്. നിങ്ങളറിയില്ലേ, നമ്മുടെ കുട്ടികൾ ഇന്ന് സ്കൂളിൽ പഠിക്കുന്ന പുസ്തകത്തിൽ ആ കുഞ്ഞിൻ്റെ കഥയുണ്ട്. ആത്മകഥയുടെ ആ വലിയ അഭിമാനകരമായ ചരിത്രത്തെ ഇന്ന് ലോകത്തിൻ്റെ മുന്നിൽ ഒരു ഐക്കണിക്കായ റോൾ മോഡലായി ആ കുട്ടിയെ പഠിപ്പിക്കുന്നുണ്ട്. അറിയേണ്ടത് അമ്മയാണ്, അച്ഛനാണ്, മാതാപിതാക്കളാണ്. മാതാപിതാക്കളുടെ സ്നേഹവലയത്തിൽ നിന്ന് വിരിയുന്നതാണ് നാളെയുടെ പ്രതിഭകൾ എന്ന് പറയുന്നത്. നിങ്ങളുടെ മക്കളെ അങ്ങനെ വളർത്താൻ നിങ്ങൾക്ക് കഴിയണം, അങ്ങനെ പ്രതീക്ഷയോടെ മക്കളെ കാണാൻ നിങ്ങൾക്ക് കഴിയണം. എന്ത് കുറവുകളുണ്ടെങ്കിലും ചെറിയ പ്രായത്തിലെ അവരെ നമ്മൾ ചേർത്ത് വെക്കണം. വലുതാകുമ്പോൾ അവരെ നിങ്ങൾക്ക് ഒരുപക്ഷെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും. വലിയ കുഞ്ഞുങ്ങളാകുമ്പോൾ നിങ്ങൾക്ക് അവരുടെ സ്വപ്നങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞില്ലെന്ന് വരും. അപ്പോൾ നിങ്ങൾ കുഞ്ഞുനാളിലെ കുട്ടികളുടെ ഹൃദയങ്ങളിൽ, അവരുടെ ചിന്തകളിൽ, അവരുടെ വികാരങ്ങളിൽ, അവരുടെ സ്വപ്നങ്ങളിൽ, അവരുടെ വലിയ വലിയ ആശയങ്ങളിൽ അവരോടൊപ്പം സ്നേഹപൂർവ്വം പങ്കുവെച്ച് അതിനെ കേട്ട് അത് മനസ്സിലാക്കി ഹൃദയപൂർവ്വം ചേർന്ന് നിന്ന് ആ കുട്ടികളുടെ ഉള്ളിലെ അവർ കണ്ട ഭൂമിയിലെ ഏറ്റവും നല്ല നന്മയുടെ വെളിച്ചമായി മാതാപിതാക്കൾ മാറണം. ഇന്നത്തെ മാതാപിതാക്കളുടെ പൊതുവായ ധാരണ ചിലപ്പോഴൊക്കെ സ്കൂളിൽ പറഞ്ഞയച്ചാൽ അവിടെ നിന്ന് കുട്ടികൾ നന്നായി വരും, അധ്യാപകർ വിചാരിച്ചാൽ മക്കളൊക്കെ നന്നാവും. അങ്ങനെ പഠിപ്പിക്കുന്ന അധ്യാപകരിലൂടെ മക്കൾ നന്നാകണമെന്ന് കൊതിക്കുന്നവരാണ് മഹാഭൂരിഭാഗം വരുന്ന രക്ഷിതാക്കളും. സ്നേഹത്തോടെ ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ, അങ്ങനെ കുട്ടികളെ മെച്ചപ്പെടുത്തി നന്നാക്കാൻ കഴിയുന്ന മെഷീനൊന്നും ലോകത്തിൽ ഒരു വിദ്യാലയത്തിലുമില്ല. എത്ര വലിയ അധ്യാപനത്തിൻ്റെ ഇടങ്ങളിലേക്ക് നിങ്ങൾ അങ്ങനെ ചേർന്ന് നിന്ന് വളർന്നാലും നിങ്ങൾക്ക് അത്തരം സാഹചര്യങ്ങളില്ല. മറിച്ച് മാതാപിതാക്കളുടെ മടിത്തട്ടിൽ നിന്ന്, മാതാപിതാക്കളുടെ സ്നേഹപൂർവമായ സംരക്ഷണത്തിൽ നിന്ന്, മാതാപിതാക്കളുടെ ഹൃദയപൂർവമായ ചേർത്ത് നിർത്തലിൽ നിന്ന്, മാതാപിതാക്കളുടെ വൈകാരികമായ പങ്കുവെക്കലുകളിൽ നിന്നല്ലാതെ നല്ല മക്കൾ ഉണ്ടാവില്ല. നമ്മുടെ വീടുകളിൽ നമ്മൾ കൊണ്ടുപോയി നടാറുള്ള ഇന്ന് നിങ്ങളുടെ കുട്ടികളിലേക്ക് ആ സർട്ടിഫിക്കറ്റ് തരുമ്പോൾ സ്ഥാപനത്തിൻ്റെ മാനേജ്മെൻറ്റ് മനോഹരമായൊരു കർമ്മം കൂടി ചെയ്തു. അവരുടെ കയ്യിലേക്ക് നല്ല അമൂല്യമായ ഒരു തൈ അവരുടെ കയ്യിൽ, രക്ഷിതാക്കളുടെ കയ്യിൽ കൊടുത്തു. മോളെ വളർത്തണം, അപ്പോൾ നിങ്ങളുടെ കൈകളിൽ ഈ തൈ കൂടി നിങ്ങൾ സ്നേഹത്തോടെ വളർത്തണം. ആ തൈ കണ്ടാലറിയാം അത് നിങ്ങൾക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നോ മറ്റേതെങ്കിലും ഒരു പരിസ്ഥിതിക വകുപ്പിൽ നിന്നോ പാരിസ്ഥിതിക ദിനത്തിൽ നിന്ന് ലഭിക്കുന്ന ഒരു സാധാരണ തൈയല്ല. അത് നിങ്ങൾക്ക് വേണ്ടി വില കൊടുത്തു വാങ്ങിയ അമൂല്യമായൊരു തൈയായിരിക്കും. ഇന്ന് നിങ്ങൾ വാങ്ങിക്കൊണ്ടുപോയ തൈയോട് നിങ്ങൾ കാണിക്കുന്ന ഒരു നീതിയുണ്ട്. വീട്ടിൽ കൊണ്ടുപോയി സ്നേഹത്തോടെ എടുത്തു വെച്ച് മനോഹരമായി നിങ്ങളതിനെ നട്ട് വളർത്തി അതിന് വെള്ളമിട്ട് വളമിട്ട് സ്നേഹത്തോടെ നിങ്ങൾ വളർത്തും. കാരണം ഈ ചെടി നിങ്ങൾക്കൊരു ഐക്കണിക്കായ ഒരു മെമ്മറിയാണ്. അതിന് നിങ്ങൾ സ്നേഹത്തോടെ കാണും. പക്ഷെ നിങ്ങളുടെ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് തരുന്ന വിലപിടിപ്പില്ലാത്ത ചെടികൾ കൊണ്ടുവന്നാൽ നമ്മൾ അങ്ങനെ നടാറില്ല, അതിന് നോക്കാറില്ല, പരിഗണിക്കാറ് പോലുമില്ല. അതുകൊണ്ട് തന്നെ ആ ചെടികൾ വളരില്ല. നമ്മൾ നോക്കുന്ന ചെടികൾ വളരും. നട്ടു വളർത്തുന്നിടത്ത്, വെള്ളം കൊടുക്കുന്നിടത്ത്, വളമൊഴിച്ചു കൊടുക്കുന്നിടത്ത് ശ്രദ്ധിക്കുന്ന ചെടികൾ വളരും. ഇതുപോലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ കൈകളിലേക്ക് ദൈവം ഏൽപ്പിച്ച ചെടികളാണ്.
ആ ചെടികൾ നട്ടു വളർത്തിയാൽ നന്നാവും, നിങ്ങൾ നനച്ചു കൊടുത്താൽ നന്നാവും, നിങ്ങൾ സ്നേഹത്തോടെ അതിന് നല്ലൊരു പൂന്തോട്ടത്തിലെ അലങ്കാരമാക്കി മാറ്റിയാൽ ആ മക്കൾ വളരും, ഇല്ലെങ്കിൽ ഇല്ല. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഈ ഒരു വാക്ക് മാത്രമാണ്. മക്കൾ ദൈവം നമുക്ക് നൽകിയ മഹാസൗഭാഗ്യമാണ്. അതിന് നിങ്ങൾ നടണം. നടുന്ന സമയത്തൊരു പ്രാർത്ഥനയുണ്ടാകണം. ഈ കുഞ്ഞ് ഈ നാടിനുപകരിക്കുന്ന ഒരു നാളെയുടെ പ്രതീക്ഷയാണെന്ന ആ നട്ടു വളർത്തുന്നവൻ്റെ ഉള്ളിൽ ആത്മവിശ്വാസം ഉണ്ടാകണം. അവർക്കുള്ളിൽ ഇത് വിളവെടുക്കാനുള്ള വിഭവസമൃദ്ധമായ നാളെയുടെ പ്രഭാതങ്ങൾ വിരിയിക്കാനുള്ള മനോഹരമായ ഭൂമിയിലെ ദൈവത്തിൻ്റെ അനുഗ്രഹീതമായ സൃഷ്ടിയാണെന്ന ബോധ്യമുണ്ടാകണം. നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടാകണം. കുഞ്ഞുങ്ങളെ പഴിക്കരുത്, കുഞ്ഞുങ്ങളെ ശപിക്കരുത്, കുഞ്ഞുങ്ങളെ കുത്തുവാക്കുകൾ പറയരുത്, അവർ നന്നാവില്ല എന്നവരുടെ മുഖത്ത് നോക്കി പറയരുത്. സ്നേഹത്തോടെ ചേർത്ത് വെക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. നന്മയുടെ പുതിയ ആകാശങ്ങൾ തീർക്കാൻ നിങ്ങളുടെ മക്കളിലൂടെ നിങ്ങൾക്ക് സാധിക്കട്ടെ. അങ്ങനെ പ്രതീക്ഷയർപ്പിക്കുന്ന മക്കൾ നാളെയുടെ വെളിച്ചമായി മാറും, സമൂഹത്തിൻ്റെ പ്രതീക്ഷയായി മാറും, നാടിൻ്റെ കരുത്തായി മാറും, ഈ സ്ഥാപനത്തിൻ്റെ വലിയ അഭിമാനമായി മാറും. അങ്ങനെ മാറുന്ന പ്രതീക്ഷയുള്ള നാളെയുടെ ഏറ്റവും വലിയ അനുഗ്രഹമായി മാറുന്ന നല്ല മക്കൾക്ക് ജന്മം കൊടുത്ത, നല്ല മക്കളെ നന്മയോടെ വളർത്തിയ, അവരുടെ വളർച്ചയിൽ പങ്കാളിത്തം വഹിച്ച പ്രതീക്ഷയുള്ള മാതാപിതാക്കളിൽ നിങ്ങൾ ഓരോരുത്തരും ഉണ്ടാവട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട്, ഐഡിയൽ എന്നത് സ്ഥാപനത്തിൻ്റെ പേരാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് കുറിച്ചിടാൻ കഴിയുന്ന ഒരു പദമാണ് ഐഡിയൽ എന്ന് പറയുന്നത്. ആൻ ഐഡിയൽ ഹ്യൂമൻ ബീങ്, an ideal student, an ideal ഒരു സിറ്റിസൺ, ഒരു സമൂഹത്തിലെ ഏറ്റവും നല്ല ഒരു മനുഷ്യനാകാൻ, ഒരു നല്ല പൗരനാകാൻ, ഒരു ഐഡിയലായ മനുഷ്യനാകാൻ, ഒരു ഐഡിയലായ ബിലീവറാകാൻ, വിശ്വാസിയാകാൻ, ഒരു ഐഡിയലായ വിദ്യാർത്ഥിയാകാൻ, അങ്ങനെ ഒരു ഐഡിയലായ മകനും മകളുമാകാൻ. അതുകൊണ്ട് ഇത് സ്കൂളിൻ്റെ പേരിലേക്ക് മാത്രം ചേർത്ത് വെക്കാതെ നമ്മുടെ മക്കൾക്ക് കൂടി ചേർത്ത് വെക്കാവുന്ന ഒരു നല്ല ടാഗായി ഈ ഐഡിയൽ എന്ന പദത്തെ ജീവിതത്തിൽ എപ്പോഴും ഓർത്തെടുത്ത് നിങ്ങളുടെ മക്കളെ സ്നേഹത്തോടെ വളർത്താൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ ഭാവുകങ്ങളും നന്മകളും സന്തോഷങ്ങളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഇന്നിവിടെ ഈ അർത്ഥ കോൺവെക്കേഷന് അതിൻ്റെ ഹോണറിങ് ഏറ്റുവാങ്ങിയ പ്രിയപ്പെട്ട ലിറ്റിൽ സ്റ്റാർസിനെ ഹൃദയപൂർവ്വം അനുമോദിച്ചുകൊണ്ട് അവരാക്കിയ രക്ഷിതാക്കളെയും അധ്യാപകരെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നന്ദി, സ്നേഹപൂർവ്വം എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് നേരുന്നു. താങ്ക് യു വെരി മച്ച്.